നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തുപറ്റി സി കെ സി? ഓഫീസിൽ നിന്ന് വളരെ നേരത്തെ ആണല്ലോ. ഓഫീസിൽ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെന്നേ. ആ സമാധാനക്കേണ്ട കാര്യം എന്താന്നാ ഞാൻ ചോദിച്ചത്. ആ ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ ടെൻഡർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതിലിത്ര ടെൻഷൻ ആവാൻ എന്തിരിക്കുന്നു? വൈകുന്നേരം ആവുമ്പോൾ ടെൻഡർ ഫിക്സ് ചെയ്ത് പ്രണവ് വരും. സി കെ സി അവനെ പിടിച്ചിരുത്തി നയത്തിൽ 2 പെഗ് ഒഴിച്ചു കൊടുത്താ അവൻ മണി പോലെ കാര്യങ്ങൾ പറയും. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. എന്നാലും എന്തോ ആ പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ കണക്ക് പറയേണ്ടി വരും. ഇൻവെസ്റ്റേഴ്സിനോട് മാത്രമല്ല, കണക്ക് എന്നോടും പറയേണ്ടി വരും. ആഹാ, സി കെ സി വന്നതിന്റെ പുറകെ തന്നെ പ്രണവ് ഇങ്ങ് എത്തിയല്ലോ. എന്തായാലും തളർന്നിരിക്കാതെ പോരിനായി അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയതല്ലേ, ആ മനക്കരത്തിന് സമ്മതിച്ചു കൊടുക്കണം. അതിന് ഇന്ന് എന്റെ വക പ്രണവിന് ഒരു പ്രത്യേക ട്രീറ്റ് ഉണ്ട് ജ്യോതി. അല്ല പ്രണവേ, പെട്ടെന്ന് പ്രണവിന്റെ തിരിച്ചുവരവ് കണ്ടിട്ട് ആ ഗൗതം റിയാക്ട് ഒന്നും ചെയ്തില്ലേ? എന്തു പറയുന്നു മഹാനായ ഗൗതം സർ? എന്താ മോനെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്കിളെ, എല്ലാം എന്റെ വിധിയാ, അനുഭവിച്ചല്ലേ പറ്റൂ. ഇതെന്താ സി കെ സി ഇങ്ങനെ? ഇവനിതെന്തു പറ്റി? ഒരു പിടിയില്ല. ആന്റി, ജ്യൂസ് റെഡി. അല്ല, അങ്കിളത്ത് എപ്പോഴാ വന്നേ? ഞാൻ ആന്റിക്ക് മാത്രമേ ജ്യൂസ് എടുത്തുള്ളൂ. നല്ല ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇത് അങ്കിൾ കുടിച്ചോ, ആന്റിക്ക് ഞാൻ വേറെ എടുത്തോളാം. തരട്ടെ? അങ്കിളിന് ഇപ്പോൾ ജ്യൂസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നീ ഇത് മോളിൽ കൊണ്ടുപോയി കൊടുക്ക. മുകളിലോ? അവിടെ അതിനാരാ ഇരിക്കുന്നത്? ആ, നിന്റെ പ്രണവ് വന്നിട്ടുണ്ട്. ആഹാ, പ്രണവ് ഇത്ര നേരത്തെ ഇങ്ങ് തിരിച്ചു വന്നോ? അവന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. നീ ഇത് പ്രണവിനോട് കൊടുക്ക്. ചെല്ല്. ശരി അങ്കിളെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓഫീസിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ ആള് തിരിച്ചു വന്നല്ലോ. ഇതെന്തു പറ്റി? വെറുതെ എന്നെ ടെൻഷനാകാൻ നീ ഒന്ന് പോയേ ശിവാനി. ഓ, ആള് ഭയങ്കര ചൂടിലാണല്ലോ. ഒരു കാര്യം ചെയ്, നല്ല ഐസ് ഇട്ട് തണുപ്പിച്ച ജ്യൂസായത്. ഇത് ഒറ്റ വലിക്കങ്ങ് കുടിച്ചേ, മൊത്തത്തിലൊന്ന് തണുക്കട്ടെ. ഇത് വല്ലവരുടെ വീടായി പോയി. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ചാനേ. ഉള്ളി പോയതിന്റെ മുന്നിൽ സോറി പ്രണവ്. പ്രണവിന്റെ മൂഡ് എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അയാൾ ഒരിക്കലും എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല, ആ ഗൗതം. ഒന്നും നടക്കത്തില്ല. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ ആ ഗൗതം എന്നെ അനുവദിക്കത്തില്ല. അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുകയേ വേണ്ട. ഇനി എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം. സ്വന്തമായിട്ട് ഒന്നേന്ന് കെട്ടിപ്പടുക്കണം. അതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. ആ ടെൻഡർ ഒരിക്കലും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പായി. നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിയല്ലോ ജ്യോതിർമയി. തെറ്റാൻ പാടില്ല. ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടിയേ പറ്റൂ. അതിന് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അത് ഞാൻ കാണിച്ചു തരാം, വാ. ഓഫീസിൽ ചെന്ന് പ്രണവിനോട് ഗൗതം കാണിച്ചത് അറിഞ്ഞു അങ്കിളെ?
ഞങ്ങൾ പുറത്തു നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഓഫീസിൽ നിറയെ ഗൗതമിന്റെ ആൾക്കാരാ. ഓരോരുത്തരായിട്ട് ഒരു ബഹുമാനവും തരാതെ തന്നെ അപമാനിച്ചു. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം അങ്ങളെ. നീ ഒന്ന് സമാധാനിക്ക് പ്രണവേ, നീ ടെൻഷൻ ആവാതിരിക്കേ. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ ഓഫീസിലോട്ട് പോയത്. ശിവാനി, നീ ആ ജ്യൂസ് അങ്ങ് എടുത്തു കൊടുക്കും. ഇവന്റെ ഉള്ളൊന്ന് തണുക്കട്ടെ ആദ്യം. എന്തോന്നാ CKC ഇത്? സ്വന്തം ഓഫീസിൽ കയറി ചെന്നിട്ട് സ്വന്തം സ്റ്റാഫുകളുടെയും എവിടുന്നോ വന്ന ഒരുത്തന്റെ അപമാനം മുഴുവൻ ഏറ്റു വാങ്ങിച്ചിട്ട് നാണം കെട്ട് അഭിമാനം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരുത്തനെ ജ്യൂസ് കൊടുത്തിട്ടാണോ സമാധാനിപ്പിക്കുന്നത്? ഇപ്പൊ പ്രണവിന്റെ ഉള്ളിൽ നിറയെ ചൂടാ. ആ ചൂട് തണുപ്പിക്കാൻ ഈ ജ്യൂസിന് പറ്റില്ല. ഉഷ്ണമുഷ്ണേന ശാന്തി എന്നല്ലേ പ്രണവേ? ഹോട്ടായിട്ടൊരു 2 എണ്ണം അതിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് പ്രണവിന്റെ മനസ്സ്. ശരിയല്ലേ? എന്തിനാ CKC ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നേ? വിളിച്ചോണ്ട് പോയവനെ. എന്നിട്ട് ഇവനെ ഒന്ന് തണുപ്പിച്ചെടുക്ക. ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. പ്രണവേ, ജ്യോതിർമയി പറഞ്ഞ എനിക്ക് മനസ്സിലായി. വാ എൻ്റെ കൂടെ. ആ എന്നാ അല്ല പ്രണവേ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ പരിപാടി? എനിക്ക് എങ്ങനെയും ഗൗതമിനെ തോൽപ്പിച്ചേ പറ്റൂ അങ്ങളെ. ഒരു പുതിയ ബിസിനസ്സാണ് എൻ്റെ ഐഡിയ. ശിവാനിയുടെ പേരിൽ ഒരു പുതിയ കമ്പനി. എന്തിനും എനിക്ക് അങ്കിളിന്റെ ആന്റിയുടെ സഹായം ഉണ്ടാലേ പറ്റൂ. നമ്മൾ എത്രയൊക്കെ സഹായിച്ചാലും അത് മറക്കുന്നവരാ നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ തരുന്ന സ്നേഹമൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ വിശ്വാസവഞ്ചന കാണിക്കുന്നത്. വിശ്വാസവഞ്ചനയോ? ആന്റി എന്ന് അങ്ങനെ പറഞ്ഞു? അമ്പലത്തിലേക്ക് പോകുന്നെന്ന് കള്ളം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയത് വസുന്ധരെ കാണാനല്ലായിരുന്നോ? ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ കുടുംബക്കാരും അവരുടെ ഉപദേശമൊക്കെ ആണല്ലോ. അല്ല, അവരെ ഒന്നും കാണാൻ പോണ്ടെന്ന് ഇവളടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നിട്ട് കേക്കണ്ടേ? സോറി ആന്റി. വസുന്ധര ആന്റി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ ആ പ്രണവിനെ കൂട്ടിക്കൊണ്ട് പോയത്. അത് ആന്റി പറ്റിച്ചതൊന്നുമല്ല. പോയിട്ടിപ്പോ എന്തോയി? അവര് പറഞ്ഞ ബുദ്ധിയില്ല ഞാൻ ഓഫീസിലോട്ട് പോയത്. ഇപ്പോ അതും നാണം കണ്ട് തിരിച്ചു വന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എന്ത് വിശ്വസിച്ച ചോദ്യം നമ്മൾ സഹായിക്കുന്നത്? അങ്കിളെ, അങ്കിൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ തരാം.